ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഒരു പോർഷൻ കൂടെ അതിൻ്റെ തീരാനായിട്ടുണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇത് ഒരു ഫിലോസഫിയും അതുപോലെ തന്നെ ഒരു ടെക്നിക്കുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തയാണെന്ന് പറയുന്നത് പീറ്റർ F. ഡ്രക്കറാണ്. നമ്മൾ മോഡേൺ മാനേജ്മെൻറ്റ് ഫാദറാണെന്ന് പറഞ്ഞിട്ട് പീറ്റർ ഡ്രക്കറിനെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിരുന്നു. ഡെഫിനിഷൻ ഓർത്തിരിക്കുക. MBO അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ഇസ് എ കോംപ്രിഹെൻസീവ് മാനേജ്മെൻറ്റ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ടെക്നിക് വിച്ച് കോൾസ് ഫോർ റെഗുലേറ്റിംഗ് ദ എൻറ്റയർ പ്രോസസ് ഓഫ് മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ അഫെയറുകൾ മാനേജ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ വളരെ സിമ്പിൾ ടൈംസ് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് തന്നെ അവർ എന്താണ് അടുത്ത ഒരു വർഷത്തേക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് അവർ ഡിസ്കഷനിലൂടെ കണ്ടുപിടിക്കുന്നു. അവർ തന്നെ അത് അച്ചീവ് ചെയ്യുന്നു. പ്രോപ്പർ ഇവാലുവേഷൻ അത് നടത്തുന്നു. അതിനനുസരിച്ച് അവിടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു രീതിയിൽ കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നു. ഇതാണ് MBOയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൂൺസ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് മാനേജീരിയൽ സിസ്റ്റം ദാറ്റ് ഇൻറ്റഗ്രേറ്റ്സ് മെനി കീ മാനേജറിയൽ ആക്ടിവിറ്റീസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ കോൺഷ്യസ്ലി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് MBOയ്ക്കകത്ത് പ്രധാനമായിട്ടുള്ളത്? ഒന്ന്, ഇത് എംപ്ലോയീസിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് എയ്ഡ് എംപ്ലോയീസ് ഇൻ റിയലൈസിങ് ദെയർ റെസ്പോൺസിബിലിറ്റി അറ്റ് വർക്ക്. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യം കിട്ടുന്നു. ദെൻ എംപ്ലോയീസിന് അവർ ഓർഗനൈസേഷനിൽ വാല്യുബിളാണ് എന്ന് തോന്നുന്നു. മൂന്നാമത്തേത്, എംപ്ലോയീസിൻ്റെ എഫക്റ്റീവ്നെസ് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കിട്ടുന്നു. അഞ്ചാമത്തേത്, ഓരോ എംപ്ലോയിക്കും ഒരു ബെഞ്ച് മാർക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റൈൻ ചെയ്യേണ്ട ഏറ്റവും മിനിമം ഒരു സ്റ്റാൻഡേർഡ് അത് അവർക്ക് ബോധ്യമായിട്ട് കിട്ടുന്നു. ദെൻ ഓർഗനൈസേഷൻ്റെ കൺട്രോളിലും അതിൻ്റെ ഇൻറ്റഗ്രേഷനിലും MBO വളരെ ഹെൽപ്ഫുള്ളാണ്. ദെൻ MBOയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. MBOയുടെ പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തേത്, നമ്മൾ ആദ്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു. ദ ഫസ്റ്റ് ഫേസ് ഓഫ് MBO ഈസ് ദ പ്രയോറിറ്റൈസേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് വിച്ച് ദ ഓർഗനൈസേഷൻ ഹാസ് ടു അറ്റൈൻ. അപ്പോൾ ഓർഗനൈസേഷൻ അറ്റൈൻ ചെയ്യേണ്ട ജനറൽ ഒബ്ജക്റ്റീവ്സ് മുഴുവൻ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മുടെ സ്ഥാപനം ഒരു പ്രൊഡക്ഷൻ നടത്തുന്നു, കാറ് കമ്പനിയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ വർഷം 20,000 കാർ മാനുഫാക്ചർ ചെയ്യും എന്നുള്ളതാണ് അവരുടെ പ്രിലിമിനറി ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, സബോർഡിനേറ്റ് ഒബ്ജക്റ്റീവ്സ്. അതിൽ ഓരോരുത്തരും ഓരോ സെഗ്മെൻറ്റും എന്തുമാത്രം അറ്റൈൻ ചെയ്യാനായിട്ടുണ്ട് എന്നവർ തീരുമാനിക്കുന്നു. ഈച്ച് ഇൻഡിവിജ്വൽ മസ്റ്റ് നോ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു അച്ചീവ് ഇൻ അറ്റൈനിങ് ദ ഓർഗനൈസേഷൻ ഓഫ് സബോർഡിനേറ്റ്സ്. വെച്ചാൽ ഓരോരുത്തരും ഇതിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ അകത്ത് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യണം, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യണം. ദെൻ റീസൈക്ലിംഗ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ ടോപ്പ് ലെവലിൽ നല്ല വരുന്നത് ഒരു ഡിസ്കഷൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡിസ്കഷൻ്റെ അകത്തൂടെ നമ്മൾ ടോട്ടൽ ഒബ്ജക്റ്റീവ്സിനെയും ഇൻഡിവിജ്വലിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയും തമ്മിലൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിയിലൂടെ നമ്മൾ കണ്ടെത്തുന്നു. ദെൻ ആക്ഷൻ പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവ്, ഉദാഹരണത്തിന് ഞാൻ 100 കാറുകളുടെ ഇൻറ്റീരിയർ കാര്യങ്ങൾ ചെയ്യണമെന്നാണെങ്കിൽ ആ കാര്യം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ ആഴ്ചയിൽ എത്ര വെച്ച് ചെയ്യണം, അതുപോലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ദെൻ പീരിയോഡിക് പെർഫോമൻസ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ പെർഫോമൻസ് പരിശോധിച്ച് നോക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്ന 100 കാറിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമായിരുന്നു, ആ 100 ഞാൻ ചെയ്തോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് പീരിയോഡിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. ദെൻ ഫൈനൽ അപ്രൈസൽ. നമുക്കിങ്ങനെ കിട്ടിയേക്കുന്ന ഈ പെർഫോമൻസിൻ്റെ ഇവാലുവേഷനെ നമ്മുടെ ടോട്ടൽ ഗോളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇത്രയൊക്കെയാണ് MBOയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് അഡ്വാൻറ്റേജസ്. ഇത് കുറേ കൂടെ ബെറ്റർ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. 2, കോൺസെൻട്രേഷൻ ഓൺ പ്രോഫിറ്റ് മേക്കിംഗ് ആക്ടിവിറ്റീസ്. ലാഭത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ദെൻ ഓർഗനൈസേഷൻ്റെ ക്ലാരിറ്റി, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടുന്നു. ഒരു പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നു. എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് അപ്രൈസൽ. കൂടുതൽ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനും അപ്രൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ ബെറ്റർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഒരു മാനേജ്മെൻറ്റ് ട്രെയിനിങ് ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് സഹായിക്കുന്നു. പുതിയ മാനേജേഴ്സിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. മാനേജ്മെൻറ്റ് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്. കാരണം എംപ്ലോയീസ് തന്നെയാണ് അവരുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ദെൻ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞു ഇത് ഓർഗനൈസേഷന് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് രണ്ട് പേര് തമ്മിലുള്ള ഡിസ്കഷനാണ്. അപ്പോൾ ആ ഡിസ്കഷനിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ടീം വർക്ക് നടക്കുന്നുണ്ട്. ദെൻ ആളുകളുടെ മോട്ടിവേഷനും അവരുടെ മൊറയിലും വളരെ കൂടുതലായിരിക്കും. ദെൻ എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്? ഒന്നാമത്തേത് ഗോൾ സെറ്റിങ്ങിൻ്റെ അകത്ത് പ്രോബ്ലംസ് ഉണ്ട്. ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്, ചിലവ് കൂടുതലാണ്, ഡിസ്കഷനൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ദെൻ പേപ്പർ വർക്ക് കൂടുതലാണ്, ഇൻഫ്ലെക്സിബിൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാനേജ്മെൻറ്റിന് ഒരു മാറ്റം വരുത്തണമെന്ന് വിചാരിച്ചാൽ എംപ്ലോയീസ് സമ്മതിക്കത്തില്ല. ഇനി എംപ്ലോയീസ് ഒരു മാറ്റം വരുത്തണമെന്ന് വിചാരിച്ചാൽ മാനേജ്മെൻറ്റ് സമ്മതിക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ദെൻ പാർട്ടിസിപ്പേഷൻ പ്രോബ്ലം, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ദെൻ ദർ ഇസ് എ ലീഡർഷിപ്പ് പ്രോബ്ലം. MBOയിൽ ലീഡേഴ്സിനല്ല സെൻട്രൽ പ്ലേസ്. ലീഡേഴ്സും എംപ്ലോയീസും തമ്മിൽ ഡിസ്കസ് ചെയ്താണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീഡേഴ്സിനെ ബാക്കിയുള്ളവർ അംഗീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. സപ്പോർട്ട് ആവശ്യത്തിന് കിട്ടത്തില്ല. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ട് വരുന്നത്. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ MBOയും MBE ആണ്. നമ്മൾ രണ്ട് നേരത്തെ പഠിച്ചതാണ്. ഇത്രയാണ് ഈ ഒരു പോർഷനകത്ത് നമ്മൾ കാണാനുള്ളത്.